സർ, പിണറായി വിജയനെതിരെ പാർട്ടിക്കകത്ത് തന്നെ വലിയ രോക്ഷപ്രകടനങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ പുതിയ കുതന്ത്രങ്ങൾ നടക്കുന്നു എന്നൊക്കെ തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. രണ്ട് ശാക്തിക ചേരികളായി CPM-നകത്ത് പിണറായി വിജയനെതിരെ ആളുകൾ സംഘടിക്കുകയാണോ എന്നതാണ് ചോദ്യം. ഇന്ന് ഡൽഹിയിൽ CPM-ന്റെ കേന്ദ്ര സമിതി യോഗം ആരംഭിച്ചു. അതിൽ തിരഞ്ഞെടുപ്പ് വിലയിരുത്തലാണ് മുഖ്യ അജണ്ട എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ജനറൽ സെക്രട്ടറി MA ബേബി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കും, എന്നിട്ട് ചർച്ച നടത്തും എന്നാണ്. ഇനി ഞാനൊരു സാഹിത്യ ശൈലിയെ കുറിച്ച് പറയാം. സാധാരണഗതിയിലെ കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദത എന്നൊരു ശൈലി നമുക്ക് പരിചിതമാണ്. കൊടുങ്കാറ്റിന് മുമ്പ് ഇല അനക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇലകൾ മാത്രമല്ല, മരങ്ങളും അനങ്ങിത്തുടങ്ങി എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. വേരോടെ വൻ മരങ്ങളെ പിഴുതെറിയുന്ന വലിയ ഒരു കൊടുങ്കാറ്റിനും ചുഴലിക്കാറ്റിനും CPM സാക്ഷ്യം വഹിക്കാൻ പോകുന്നു കേരളത്തിൽ. എന്തുകൊണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. അതിന് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിലും ഭരണത്തിലുമുള്ളവർ വഹിച്ച പങ്കാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ബ്രാഞ്ച് തലം മുതൽ മുകളിലോട്ട് സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും വരെ ഇത് ചർച്ച ചെയ്തു. മാധ്യമങ്ങളിൽ അതിന്റെ വാർത്തകൾ വന്നു. ആ വാർത്തകളെല്ലാം വിരൽ ചൂണ്ടിയത് രണ്ടു പേരിലേക്കാണ്. ഒന്ന്, 10 വർഷം സംസ്ഥാനം ഭരിച്ച CPM-ന്റെ സംഘടനയെ മുഴുവൻ ഹൈജാക്ക് ചെയ്ത പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ അംഗത്തിലേക്ക്, മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദനിലേക്ക്. പക്ഷെ ഈ തുറന്നു പറച്ചിൽ നടത്തിയിട്ടുള്ള ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ ഉള്ള മുഴുവൻ കമ്മിറ്റികളും പ്രകടിപ്പിച്ച ഈ വികാരം ഒന്നും സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ അന്തിമ ക്രോഡീകരിച്ച റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനമായി കണ്ണൂർ ജില്ലയിൽ വലിയ പരാജയം ഏറ്റുവാങ്ങി പിണറായി വിജയൻ പോലും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ആ കണ്ണൂർ ജില്ലയിൽ തന്നെ വലിയ പ്രതിഷേധം രൂപപ്പെടുന്നു. ശാക്തിക ചേരികൾ പിണറായി വിജയനും MV ഗോവിന്ദനെതിരായി രൂപപ്പെടുന്നു എന്ന് മാധ്യമ വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പൊട്ടിത്തെറി പരസ്യമായി പുറത്തു വന്നിട്ടുണ്ട്. അത് KK രാഗേഷ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, പിണറായിയുടെ സ്വന്തം ആൾ, പുള്ളിയുടെ ചില പ്രസ്താവനകൾക്കെതിരായി കഴിഞ്ഞ ദിവസം EP ജയരാജൻ രംഗത്ത് വന്നു. വിഴിഞ്ഞം പോർട്ടിലെ അദാനിയുടെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് ഉന്നയിച്ച മുഖ്യമന്ത്രിക്കും കോൺഗ്രസിനുമെതിരായി രാഗേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമല്ല എന്ന് തന്നെയാണ് EP ജയരാജൻ പറഞ്ഞത്. ആരോപണം ഉന്നയിച്ചവരോട് ചോദിക്കുക, അവരാണ് തെളിയിക്കേണ്ടത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. PK ശ്രീമതിയും KK ശൈലജയും ഒക്കെ ഈ രാഗേഷിനെ തള്ളിപ്പറഞ്ഞു. രാഗേഷിനെ തള്ളിപ്പറയുക എന്നാൽ അതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള തള്ളിപ്പറച്ചിലാണ്. അത് പിണറായി വിജയന് നേരെയുള്ള ആക്രമണമാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികളും മനസ്സിലാക്കിയിട്ടുണ്ട്. MV ജയരാജൻ വിമതരെ സ്വാഗതം ചെയ്തതും പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ്. ജയരാജനെ സംസ്ഥാന സമിതി തള്ളിപ്പറഞ്ഞു എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പൊ പിണറായിയുടെയും ഗോവിന്ദിന്റെയും ആസ്ഥാനമായ കണ്ണൂരിൽ തന്നെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പാർട്ടി നേതൃത്വത്തിനെതിരായി പരസ്യമായി തന്നെ രംഗത്ത് വരാൻ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ VS അച്യുതാനന്ദന്റെ കാലത്തുണ്ടായിരുന്ന ഒരു അവസ്ഥയിലേക്ക്, അത് പാർട്ടിക്കാർ അതിനെ അച്ചടക്ക ലംഘനമായി കണക്കാക്കുന്നു. പക്ഷെ ഇത് അച്ചടക്ക ലംഘനമൊന്നുമല്ല. VS ചെയ്തത് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ ഒരു ജനാധിപത്യ വേദിയിൽ, അതായത് പുറത്തു ഉന്നയിക്കുകയും പബ്ലിക്കിന്റെ, പൊതുജനങ്ങളുടെ, സഹാക്കന്മാരുടെ, പാർട്ടി അനുഭാവികളുടെ ഒക്കെ അഭിപ്രായം അതിൽ രേഖപ്പെടുത്താനും ചർച്ച ചെയ്യാനുമുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തു. അത് ജനാധിപത്യ പ്രക്രിയയാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതൊന്നും അംഗീകരിക്കുന്നില്ല. കേഡർ പാർട്ടിയാണ്. അതൊന്നും പാർട്ടിയുടെ ഇരുമ്പ് മറയ്ക്കകത്ത് മാത്രമേ ഈ ചർച്ചകൾ പറ്റത്തുള്ളൂ. അവസാനം സെക്രട്ടറി അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവർ ഒരു തീരുമാനം എടുക്കും, ബാക്കി ചർച്ചകളൊക്കെ ആവിയായി പോകും എന്നുള്ളതാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടുമുള്ള, ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു സംഘടനാ രൂപം. കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്നുണ്ട്. അത് ഒരു തീരുമാന പാർട്ടി താഴെ തട്ടിൽ മുതൽ മുകളിൽ തട്ടിൽ വരെയുള്ള വേദികളിൽ ചർച്ച ചെയ്തെടുക്കും, തീരുമാനം പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുവെങ്കിലും ആ തീരുമാനം എപ്പോഴും കസേര കൈയാളുന്നവരുടെ, ജനറൽ സെക്രട്ടറി എങ്കിൽ ജനറൽ സെക്രട്ടറി, കേരളത്തിൽ ജനറൽ സെക്രട്ടറിയെ പോലും നിഷ്പ്രഭനാക്കി അധികാരം മൊത്തം കൈമാറിയ പിണറായി വിജയന്റെ ലീലാവിലാസങ്ങളാണ് തീരുമാനങ്ങളായി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് ഒരു അന്ത്യം കാണാതെ പറ്റില്ല. കാരണം ഒരു സോവിയറ്റ് യൂണിയൻ തകർന്നു,
കിഴക്കൻ ജർമ്മനി തകർന്നു, വൻമതിലുകൾ മുഴുവനും തകർന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നമുക്കറിയാം. കേരളത്തിൽ മാത്രം അവശേഷിച്ച ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൽ ഇനി അതിന് ഭാവിയുണ്ടോ എന്നുള്ളതാണ് CPM സഖാക്കന്മാർ ഇപ്പോൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത്. ഭാവിയില്ല എന്ന് അവർ ശങ്കിക്കാൻ കാരണം പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും മറ്റാർക്കും നൽകാതെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തു. അദ്ദേഹത്തിന് ആ സ്ഥാനം നൽകാൻ വേണ്ടി കേന്ദ്ര കമ്മിറ്റിയിലും ഉന്നത സമിതിയിലും വോട്ടെടുപ്പ് വേണ്ടി വന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പല അംഗങ്ങളും അദ്ദേഹത്തിനെതിരായി വോട്ട് രേഖപ്പെടുത്തി. ഐകകണ്ഠ്യേന ആയിരുന്നില്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തെ അവരോധിച്ചിട്ടുള്ളത്. ആ സഭയ്ക്കകത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പിന്നെയും പാർട്ടിയെ താഴേക്ക് നിപതിക്കുന്നതിന് കാരണമായി ഭവിക്കുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ നിയമസഭാ നടപടികളുടെ അവലോകനങ്ങൾ കൃത്യമായി കണ്ടിട്ടുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതാവായ KN ബാലഗോപാൽ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയൂ, സംസാരിക്കൂ, പ്രതികരിക്കൂ എന്ന് പറയുമ്പോൾ വിഷണ്ണനായി നോക്കി നിന്നിട്ട് ഇനീറ്റ് ഞങ്ങൾ വാക്കൗട്ട് നടത്തുന്നു എന്ന് പ്രസംഗിച്ച പിണറായി വിജയനെയും നമ്മൾ കണ്ടു. കാര്യം വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഭരണപക്ഷം VD സതീശൻ നയിക്കുന്നു. ധാരാളം യുവ MLA-മാരും മന്ത്രിമാരും ഭരണപക്ഷത്തുണ്ട്. 35 അംഗ CPM നയിക്കുന്ന LDF-ൽ CPIക്ക് 8 പേരാണുള്ളത്. അതിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPI ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് LDF-ന്റെ നിയമസഭാ കക്ഷി സംയുക്ത യോഗം പോലും നടത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരേയൊരു പാർട്ടി മാത്രമാണ്, ഒരംഗമുള്ള RJD മാത്രമാണ് ഇപ്പോൾ നിയമസഭയിൽ LDF-ൽ അവശേഷിച്ചിട്ടുള്ളത്. CPI ഏതു നിമിഷവും CPM-ഉമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു പോകാനൊരു സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ അത് CPM ലയനത്തെ കുറിച്ച് CPIയുടെ നേതാക്കന്മാർ വർഷങ്ങളായി പറയുന്നു. CPIക്ക് എവിടെയും പ്രസക്തിയില്ല. തമിഴ്നാട്ടിൽ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചൊരു മുന്നണിയിൽ നിന്നു. DMK മുന്നണിയിൽ നിന്ന ഈ രണ്ട് കക്ഷികളും TVKയുമായി സഖ്യത്തിലാണ്. ഇപ്പോൾ ആ മുന്നണി തകർന്നു. ഇനി അവിടെ നിന്ന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടും, TVK ഇവർക്ക് സീറ്റ് കൊടുക്കുമോ എന്നൊന്നും വ്യക്തമല്ല. കോൺഗ്രസുമായിട്ടുള്ള ബന്ധവും തകർന്നിട്ടുണ്ട്. രാജസ്ഥാനിലാണ് CPM-ന് ഒരു MP പിന്നീടുള്ളത്. രാജസ്ഥാനിൽ നിൽക്കണമെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കണം. കോൺഗ്രസ് ഇനി അതിനെ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യം സംശയാസ്പദമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ CPIക്ക് സംഭവിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ ദേശീയ കക്ഷി എന്നുള്ള സ്ഥാനം കൂടി CPM-ന് നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇൻഡിപെൻഡന്റായി നിൽക്കാനുള്ള, സ്വതന്ത്രമായി നിൽക്കാൻ, ഇടതുപക്ഷമെങ്കിലും സ്വതന്ത്രമായി നിന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും സീറ്റ് കിട്ടുന്ന അവസ്ഥ ഇന്ത്യയിൽ എവിടെയില്ല. ബീഹാറിൽ CPI ആയിരുന്നു പ്രധാന പ്രതിപക്ഷം. അതിന്റെ സ്ഥാനത്ത് ഇപ്പോൾ CPI-ML ആണ് പ്രധാന പ്രതിപക്ഷ കക്ഷി ഇടതുപക്ഷ ഭാഗത്തു നിന്നുള്ളത്. CPIക്ക് അവിടുത്തെ വേരുകളൊക്കെ പോയി. മണിപ്പൂരിൽ CPIക്ക് വേരുകൾ ഉണ്ടായിരുന്നു. മണിപ്പൂരിൽ നിന്ന് CPI പോയി. തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ പോയി. ബംഗാളിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് നിലവാരത്തിൽ താഴേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ പോലും ഇടതുപക്ഷ കക്ഷികൾക്ക് നിലനിൽപ്പില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സ്വന്തം കയ്യിലിരിപ്പ് കാരണം, കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതൃസ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ CPM-ന് അതിദയനീയമായ പരാജയം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പിണറായി വിജയനെ അനുകൂലിക്കുന്നവർ പോലും രഹസ്യമായെങ്കിലും പറയുന്നുണ്ട്. അതിനു പോലും സമ്മതിക്കാതെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ബാക്കി ആരെയും ഉയർന്നു വരാൻ സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന ഒരു നേതാവിനെ മാറ്റാൻ പോലും അണികൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ വിമർശനങ്ങളും തള്ളിക്കളഞ്ഞ് സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി, പ്രതിപക്ഷ നേതൃസ്ഥാനം സംരക്ഷിക്കാനും സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം സംരക്ഷിക്കാനും വേണ്ടി രണ്ട് നേതാക്കന്മാർ പാർട്ടി സംവിധാനത്തെ മുഴുവൻ ഹൈജാക്ക് ചെയ്യുന്ന അവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ആരംഭിക്കുന്നത്. സത്യത്തിൽ ഇതുവരെ പിണറായി വിജയന്റെ ഒരു യസ്മാനായി നിന്നിരുന്ന MA ബേബിയെങ്കിലും ഈ അവസരത്തിൽ വാ തുറന്ന് ജനങ്ങളുടെയും പാർട്ടി അണികളുടെയും വികാരങ്ങളും ആത്മവിമർശനപരമായി നടന്ന ചർച്ചകളും മനസ്സിലാക്കി. മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഇതറിയാം. കേരളത്തിൽ നിന്നുള്ള
മുഖ്യ അംഗം എന്ന രീതിയിൽ ജനറൽ സെക്രട്ടറി ഈ വികാരം ഈ ചർച്ചകളിൽ പ്രതിഫലിപ്പിക്കും. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിക്കുമ്പോൾ, അത് മറ്റന്നാളാണ്, ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി താഴെത്തട്ടിൽ മുതൽ അണികളും അംഗങ്ങളും ഭാരവാഹികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സമിതി അംഗങ്ങളും ഒക്കെ പ്രകടിപ്പിച്ച വികാരങ്ങൾ, വിമർശനങ്ങൾ മനസ്സിലാക്കി തീരുമാനമെടുക്കുന്ന പക്ഷം ഒരു കാര്യം സംഭവിക്കും. അത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനെ മാറ്റും. സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന് പകരം മറ്റൊരാളും വരും. പുതിയ നേതൃസ്ഥാനം കേരളത്തിൽ CPM-ൽ ഉണ്ടാകും, സഭയ്ക്കകത്തും പുറത്തും. ആ ഒറ്റ തീരുമാനം മാത്രമേ തൽക്കാലത്തേക്കെങ്കിലും കേരളത്തിൽ CPM-ന് തടി സംരക്ഷിച്ച് നിൽക്കാൻ പ്രേരണയാവുകയുള്ളൂ. അല്ലെങ്കിൽ പാർട്ടി മുച്ചൂടും നിപതിക്കും, തകരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാരണവശാലും ഇനി സാധിക്കുകയില്ല. യെസ്, എന്തായാലും ഇന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായേക്കാം എന്നത് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രദീപ് സർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത്തരത്തിൽ പിണറായി വിജയനെതിരെ വലിയ ശാക്തിക ചേരികളായി തിരിഞ്ഞുകൊണ്ട് ഒരു വലിയ യുദ്ധം തന്നെ പാർട്ടിക്കകത്ത് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പിലേറ്റ പരാജയം, ആ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇപ്പോഴും പിണറായി വിജയന് മേലാണെന്ന് പാർട്ടിയിലെ ചിലരെങ്കിലും, അല്ലെങ്കിൽ പാർട്ടിയിലെ ഭൂരിപക്ഷം ആളുകളെങ്കിലും പറയുന്ന സാഹചര്യത്തിൽ പിണറായി വിജയന് ഇത് അതീവ നിർണായകമാകാനും സാധ്യതയുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.